മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി മകൾ വീണ വിജയൻ, CMRL എന്നിവർക്ക് നോട്ടീസ്. ഹൈക്കോടതിയാണ് നോട്ടീസ് നൽകിയത്. വിവരങ്ങളുമായി ഷബ്ന സിയാദ്. ഷബ്ന, വിശദാംശങ്ങൾ. ഷബ്ന, ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ പറയൂ. കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും തുടങ്ങിയവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ MLA ഹർജി നൽകിയത്. റിവിഷൻ ഹർജിയായിരുന്നു. ഈ ഹർജിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ വീണ വിജയൻ, CMRL തുടങ്ങിയ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇല്ലാത്ത സേവനത്തിന് CMRL കമ്പനി പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് മാത്യു കുഴൽനാടൻ MLA റിവിഷൻ ഹർജി നൽകിയത്. ഈ ഹർജി ജസ്റ്റിസ് K. ബാബു ആണ് ഇപ്പോൾ പരിഗണിച്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടിട്ടുള്ളത്. ഈ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി പുനഃപരിശോധനയ്ക്കായി പരാതി വീണ്ടും വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് തിരിച്ചയക്കണം എന്നതായിരുന്നു മാത്യു കുഴൽനാടൻ MLAയുടെ ആവശ്യം. ഏതായാലും ഈ കേസ് ഹൈക്കോടതി കേൾക്കാം എന്ന് തീരുമാനിക്കുകയും എതിർകക്ഷികളായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവാകുകയും ചെയ്തു. പിന്നീട് അടുത്ത മാസം 2-ാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ കേസിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കേസ് കൂടി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചിരുന്നു. അതായത് നേരത്തെ ഒരു ഹർജി ഈ മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. മരണപ്പെട്ടു പോയ ഗിരീഷ് ബാബു എന്നയാളാണ് ഈ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജി ഇനി പരിഗണിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നും കോടതി ഇന്ന് വ്യക്തമാക്കിയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഹർജികൾ ഒരേ ആവശ്യമാണെങ്കിലും രണ്ട് ഹർജികളും സെപ്പറേറ്റ് ആയി കേൾക്കാം എന്നാണ് ജസ്റ്റിസ് K. ബാബു വ്യക്തമാക്കിയത്. ഏതായാലും മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ എതിർകക്ഷിയായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. മാത്യു കുഴൽനാടൻ കോടതിയെ അറിയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്വേഷണ ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി നടപടി തെറ്റാണ് എന്നതായിരുന്നു. 27 രേഖകളടക്കം സമർപ്പിച്ച പരാതിയിൽ നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികൾ വിജിലൻസ് കോടതി പാലിച്ചില്ല എന്നതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. പ്രാഥമിക ഘട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കേണ്ടതില്ലെങ്കിലും കോടതി ഇതിന് തയ്യാറായി. ക്രിമിനൽ നടപടി ചട്ടങ്ങൾ പാലിക്കാതെയാണ് അന്വേഷണ ആവശ്യം വിജിലൻസ് കോടതി തള്ളിയത്. സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. അതുകൊണ്ട് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കണം. കൈക്കൂലി നൽകിയതിനും അതിന്റെ സഹായം CMRL കമ്പനിക്ക് ലഭിച്ചതിനും തെളിവുകൾ ഹാജരാക്കിയിട്ടും വിജിലൻസ് കോടതി പരിഗണിച്ചില്ല എന്ന വാദവും മാത്യു കുഴൽനാടൻ MLA ഉന്നയിച്ചിരുന്നു. ഈ ഹർജിയാണ് ഇപ്പോൾ ജസ്റ്റിസ് K. ബാബു പരിഗണിക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവാകുകയും ചെയ്തിട്ടുള്ളത്. ഷബ്ന, വീണ്ടും പന്ത് മാത്യു കുഴൽനാടന്റെ കോർട്ടിൽ എത്തിയിരിക്കുന്നു. ഒപ്പം വലിയ പ്രതിരോധത്തിലായി തീർന്നിരിക്കുന്നു ഈ നോട്ടീസ് അയക്കുന്നതിലൂടെ, ഈ ഒരു ഉത്തരവിലൂടെ മുഖ്യമന്ത്രിയും ഒപ്പം പാർട്ടിയും, അല്ലേ? തീർച്ചയായും. ഏതായാലും മാത്യു കുഴൽനാടൻ MLA തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഈ ഹർജി നൽകുകയും വിജിലൻസ് കോടതി ഇത് തള്ളുകയും ചെയ്തിരുന്നു. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരും എന്ന് മാത്യു കുഴൽനാടൻ MLA വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവായിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, മകൾ വീണ വിജയൻ, അതുപോലെ CMRL കമ്പനി തുടങ്ങി എതിർകക്ഷികളായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഷബ്ന ഇടപെടുകയാണ്. മാത്യു കുഴൽനാടൻ MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, മാസപ്പടി കേസിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും CMRLനും നോട്ടീസ് അയക്കുവാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നു. താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ്? അല്ല, അതൊരു സ്വാഭാവിക നടപടിയാണ്. ഞങ്ങൾ ഫയൽ ചെയ്ത റിവിഷൻ ഹർജി ഫയലിൽ സ്വീകരിച്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുക എന്ന നടപടിക്രമമാണ് ഇന്ന് പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസം ഹർജി കോടതി വന്നപ്പോൾ അതിനൊരു സാങ്കേതികമായിട്ടുള്ള തടസ്സവാദം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അതും പരിഗണിച്ച് ആ തടസ്സവാദത്തിൽ കഴമ്പില്ലാന്ന് കണ്ടാണ് ഇന്ന് അഡ്മിറ്റ് ചെയ്ത് നോട്ടീസ് ഇഷ്യൂ ചെയ്തത്. അതൊരു സ്വാഭാവിക നടപടിയായി കാണുന്നതായിരുന്നു. അന്വേഷണം നിരസിച്ചുകൊണ്ടുള്ള വിജിലൻസ് കോടതി ഉത്തരവ്, അത് ആ ഉത്തരവ് റദ്ദാക്കുകയാണോ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് ശ്രീ മാത്യു? അത് കോടതി പരിശോധിക്കാൻ തീരുമാനിച്ച് എതിർകക്ഷികൾക്ക് പറയാനുള്ള വാദം കേൾക്കാൻ ഉള്ള അവസരം കൊടുത്ത് ഇനി അതിന്റെ കാതലായ വാദം കേൾക്കാനായിട്ടൊരു ദിവസം തീരുമാനിച്ചിട്ടുണ്ട്. അത്രയല്ല. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏത് തരത്തിലായിരുന്നു ഇത് വാദം മുന്നോട്ട് പോയത്? മുന്നോട്ട് പോയത് ഈ ഹർജി പ്രോപ്പറായിട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. എല്ലാ നടപടിക്രമവും പാലിച്ചിട്ടുണ്ടോ, ഇതിന്റെ നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യമാണ് പരിശോധിച്ചത്.
പ്രഥമദൃഷ്ട്യാ കോടതി അത് പരിഗണിക്കാനും പരിശോധിക്കാനും തീരുമാനിച്ച നിലയിൽ അവർക്ക് നോട്ടീസ് അയക്കുകയാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ നോട്ടീസ് അയക്കുന്നതിലൂടെ തന്നെ മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനുമാണ് നോട്ടീസ്, ഒപ്പം CMRL-നുണ്ട്. മുഖ്യമന്ത്രിയും CPM-ഉം വലിയ തോതിൽ പ്രതിരോധത്തിലാവുകയല്ലേ ഇതിലൂടെ ചെയ്യുക? അത് പറയേണ്ടതില്ല. കാരണം ഇപ്പൊ അതിൻ്റെ അകത്ത് കോടതി താഴെ കോടതിയിലെ വിധിയെ തിരിച്ചു പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞാലാണ് അതിലേക്ക് വരിക. നമുക്ക് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ ഒരു താങ്കളുടെ ഭാഗം പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാറായിട്ടില്ല ഈ ഘട്ടത്തിൽ, അല്ലേ? അങ്ങനെയുണ്ടോ? ഒരിക്കലും പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാറായിട്ടില്ല. താങ്കളുടെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും ഈ വിഷയത്തിൽ? ഈ ഹർജി മുമ്പോട്ട് കൊണ്ടുപോകും. ഹൈക്കോടതിയിൽ വാദങ്ങൾ. അതായത് ആ അന്വേഷണം വേണ്ട എന്ന് പറയുന്ന ആ ഹർജിയിൽ പുനഃപരിശോധന ഉണ്ടായിട്ടില്ല എന്നാണോ? അല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആയി കേൾക്കാൻ പോകുന്നുള്ളൂ. അതിൽ പ്രതീക്ഷയുണ്ടോ? ഹർജി മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആത്മവിശ്വാസത്തോടെ നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് ഈ ഘട്ടത്തിൽ പറയാൻ. പുതിയ തെളിവുകൾ എന്തെങ്കിലും ഹാജരാക്കാനുണ്ടോ ശ്രീ മാത്യു? കീഴ്ക്കോടതിയിൽ സമർപ്പിച്ച മാത്രമേ ആ അപ്പീലിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റൂ. നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി, മകൾ വീണ വിജയൻ, CMRL എന്നിവർക്ക് നോട്ടീസ് നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബ്നാസ് യാദവ്.